മരുന്ന് കഴിക്കുന്നുണ്ട്. നമ്മൾ ആ മരുന്നിന്റെ പേര്, അതിന്റെ കെമിക്കൽ നെയിം, നമ്മളെന്താ ബ്രാൻഡ് നെയിം ആണ് അടിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കെമിക്കൽ നെയിം കിട്ടും. കെമിക്കൽ നെയിം അടിച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ എല്ലാ ഡീറ്റെയിലും കിട്ടും. അത് വരുന്നത് നമ്മൾ ഏറ്റവും അറിയേണ്ടത് അത് എന്തൊക്കെ സൈഡ് ഇഫക്റ്റ് ഉണ്ടാക്കുന്ന. കാരണം പല പേഷ്യൻസിനും ഈ ബി പിക്കൊക്കെ മരുന്ന് കഴിക്കുന്നവർ പലപ്പോഴും ഈ തലകറങ്ങി വീഴാറും ഒക്കെ ഉണ്ട്. അതായത് പ്രത്യേകിച്ച് നമ്മൾ അറിയുമ്പോൾ എന്തോ രാത്രി ബാത്റൂമിൽ പോയി തെന്നി വീണു, തല ഇറങ്ങി വീണു എന്നായിരിക്കും അറിയുന്നത്. അത് ആ മരുന്നിൻ്റെ സൈഡ് ഇഫക്റ്റ് കൊണ്ട് വരുന്നതാണ്. പിന്നെ ചിലർക്ക് തലവേദന വരും, അത് അതിന് മരുന്നിൻ്റെ സൈഡ് ഇഫക്റ്റ് ആകും. അപ്പം അല്ലെങ്കിൽ വയറിന് ബുദ്ധിമുട്ടുകളുണ്ടാവും, കോൺസ്റ്റിപ്പേഷൻ വരാം. അങ്ങനെ പല സൈഡ് ഇഫക്ട്സും വരുന്നതിൻ്റെ മെയിൻ റീസൺ ഈ മരുന്നിൻ്റെ സൈഡ് ഇഫക്റ്റ് ആയിരിക്കും. അപ്പം നമ്മൾ 3ഉം 4ഉം മരുന്നൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് തന്നെ ഇൻട്രാക്ട് ചെയ്യും. നമ്മളിവിടുത്തെ ആൾക്കാർ, മലയാളികൾ മരുന്നിൻ്റെ കാര്യത്തിൽ ഒട്ടും കുറവല്ല. ചിലർ 10ഉം 20ഉം മരുന്നുകളൊക്കെ ആയിരിക്കും ഒരു ദിവസം. നമ്മളിത് എങ്ങനെ കൃത്യമായിട്ട്, അതും പ്രായമുള്ള മനുഷ്യർ ഇതെങ്ങനെ എടുത്ത് കഴിക്കും അവരെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. ചിലപ്പം ഹസ്ബൻഡും വൈഫും മാത്രം 70ഉം 65ഓ 70ഓ ഒക്കെ വയസ്സുള്ളവരായിരിക്കും. അവരിത് ഇത്രയും മരുന്നുകൾ എങ്ങനെ ഓർത്തിരുന്ന് എടുത്ത് കഴിക്കുമെന്ന് നമ്മൾ അത്ഭുതപ്പെടാറുണ്ട്. അതൊന്നും കറക്റ്റായിട്ട് എടുക്കുന്നുണ്ടായിരുന്നില്ല, തെറ്റിയൊക്കെ ആയിരിക്കും എടുക്കുന്നത്. അപ്പം മരുന്നൊക്കെ തെറ്റിയെടുത്ത് ഓർക്കാതെയൊക്കെ എടുത്ത് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും മതിയാവും സൈഡ് ഇഫക്ട്സ് വരുന്നത്. അതുകൊണ്ടും കൂടെയാണ് നമുക്ക് മരുന്നിൽ നിന്ന് മാറേണ്ടത് ഒരാവശ്യം. അത് ഇപ്പം എനിക്ക് പറയാൻ പറ്റും, മിക്കവാറും നോക്കാൻ പേഷ്യൻസ് വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ ജീവിതശൈലി ഫുഡിലും ഒക്കെ ഒരു 3 to 6 months കൺട്രോൾ ഉണ്ടായ, ഒരു 3 monthsന്റെ കൺട്രോൾ മതി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം അത്രയും സമയം നമ്മൾ കുറച്ച്, അതായത് നമ്മുടെ ബോഡി ഒന്ന് കറക്റ്റ് ചെയ്യുന്നോടം വരെ, എക്സസ് കൊഴുപ്പൊക്കെ പോയി വരുന്നോടം വരെ കാർബോഹൈഡ്രേറ്റും എനർജി കാലറിയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും ഒരു ഡിസിപ്ലിൻ ആക്കി എടുക്കാനും പഠിച്ചെടുക്കാനും ഉള്ള വില്ലിങ്നെസ് ഉള്ളവർക്ക് ഈ മരുന്നുകളിൽ നിന്ന് മാറാം. അതോടുകൂടി തന്നെ അവർക്ക് സ്വസ്ഥതയുണ്ടാവും. അല്ലെങ്കിൽ എപ്പോഴും ഈ മരുന്നെല്ലാം കഴിച്ച് വയറിന് അസ്വസ്ഥതയായിരിക്കും, തലകറക്കമായിരിക്കും. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.